ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ ഒരു ഫാഷൻ ഡിസൈനറായ ഞാനൊരു ഹോം ബേക്കറായ ഒരു കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഫാഷൻ ഡിസൈനിങ് ആട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയി. ആ കോഴ്സ് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഞാൻ ഷോപ്പ് ഇട്ട് അവിടെ കോഴ്സ് പഠിപ്പിക്കലും ചെയ്ത് കൊടുക്കലും പിന്നെ ഡ്രസ്സ് സെയിൽ ചെയ്യലും എല്ലാം കൂടി കേട്ടോ. അങ്ങനെ പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഒരു 3 വർഷത്തോളമൊക്കെ കഴിഞ്ഞ് മോൻ്റെ ഒരു ഡെലിവറി അടുത്തപ്പോൾ പിന്നെ ആ ഷോപ്പ് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വീടിൻ്റെ മുകളിൽ ഞാൻ പഠിച്ച രാമനാട്ടുകര ലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കേട്ടോ. പോകാൻ കഴിയാതെ വന്നപ്പോൾ വീടിൻ്റെ മുകളിൽ പിന്നെ ഞാനൊരു ഇത് കെട്ടി ആ ഷോപ്പിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് കുറച്ച് സാധനം കൊടുത്ത് ഒഴിവാക്കി. അങ്ങനെ ഇങ്ങനെ ഒരു കൂടാരം പോലെ കെട്ടി അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് പേർക്ക് ഫാഷൻ ഡിസൈനിങ് പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി കുറച്ച് കാലം ഇങ്ങനെ നിന്നിട്ട്. ഇതാണ് കേട്ടോ നമ്മളെ ഇത് ഫാഷൻ ഡിസൈനിങ് പഠിപ്പിച്ച് കൊടുക്കുന്ന സ്ഥലം. ഇപ്പൊ എല്ലാം മൂടി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന്റെ മുകളിലോട്ടൊന്നും ആരും കയറലില്ല. അപ്പോൾ മെഷീനൊക്കെ ഞാൻ ആകെ മൂടി വെച്ചിരിക്കുകയാണ്. പൊടിയൊക്കെ പാറിയാണ്. ഇപ്പോൾ കേക്കിന്റെ ആ ഫീൽഡിലോട്ട് പോയതിന്റെ ശേഷം ഈ ഒരു പരിപാടിനോട് പറ്റങ്ങട്ട് എന്താ പറയാ മടുത്തുപോയി. അതാണ് സംഭവം. അങ്ങനെ ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിട്ടോ ഫാഷൻ ഡിസൈനിങ് പഠിക്കാനൊക്കെ. ഇപ്പോഴും വരലുണ്ട്. ഞങ്ങളെ പഠിപ്പിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോഴും വരലുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പൊ ഈ ഒരു ഫീൽഡിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടി പിടിച്ചൊരു പരിപാടിയായിപ്പോയി. അങ്ങനെ ആ ഷോപ്പുള്ള സമയത്താണ് ഞാൻ ഈ ഒരു പരസ്യം കാണുന്നത്, എനി ടൈം കേക്ക്. അതിൻ്റെ ഒരു പരസ്യം കണ്ട് ഞങ്ങൾ അതിലേക്ക് വിളിച്ച് ആ കോഴ്സിന് വേണ്ടി ഞാനൊരു ഫ്രണ്ടും കൂടെ പോയി. ഒരു ദിവസത്തെ കോഴ്സ് കേട്ടോ, 1 ഡേ കോഴ്സ്. അങ്ങനെ കോഴ്സിൽ പോയി ചെയ്ത് അവിടുന്ന് ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടോ. ഇപ്പോഴും ഉണ്ട് അത് കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഓൺലൈനായിട്ടാണ്, കൊറോണ ആയതുകൊണ്ട് ഓൺലൈനായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പഠിച്ച് പിന്നെ ഒരുപാട് ട്രെയിൽ ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് 3 കേക്ക് ഉണ്ടാക്കി വിടണം. എൻ്റെ കേക്ക് ഫുള്ള് ഫ്ലോപ്പായി പോയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് 2-3 പ്രാവശ്യമൊക്കെ ഞാൻ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചില്ല. 2-3 പ്രാവശ്യം ഞാൻ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഒക്കെ റെഡി ആയത്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ കേക്കാണിത്. പിന്നെ ഈ ഫാഷൻ ഡിസൈനിങ്ങിന്റെ കോഴ്സ് കൊറോണ കാരണം പിന്നെ നിർത്തേണ്ടി വന്നു. പിന്നെ ഞാനിങ്ങനെ ട്രൈ ചെയ്യും. കേക്ക് ഇങ്ങനെ ഉണ്ടാക്കി ട്രൈ ചെയ്തതിന് ശേഷം പിന്നെ ആനിവേഴ്സറിന്റെ ഒരു കേക്ക് ഉണ്ടായിരുന്നു. ആ കേക്ക് ഉണ്ടാക്കിയപ്പം കുറച്ച് നന്നായി. പക്ഷെ ഷുഗർ സിറപ്പ് കുറഞ്ഞു പോയി. അങ്ങനത്തെ ഒരു പ്രശ്നം വന്ന് പിന്നെ അത് നന്നായപ്പോൾ പിന്നെ കുറച്ചുകൂടി കോൺഫിഡൻസ് ആയിട്ടോ കേക്ക് ഉണ്ടാക്കാൻ ശരിയാവും എന്നുള്ളൊരു ഇതിലേക്ക് വന്നേ. അങ്ങനെ പിന്നെ ഫസ്റ്റ് ആയിട്ട് ഞാൻ കേക്ക് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നോട്ടി ബബിൾസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ കേക്കാണിത്. ഇത് വലിയ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്തായി കേക്കിലേക്ക് വന്ന്. അങ്ങനെ ഫസ്റ്റ് ആയിട്ട് ഡെലിവറി എനിക്ക് ഓർഡർ കിട്ടിയത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ കേക്കുമെന്നാണ് എൻ്റെ കേക്ക് ഡെലിവറി ആരംഭിക്കുന്നത് കേട്ടോ. കേക്ക് ഓർഡർ എടുത്ത് ഡെലിവറി ചെയ്യാനും എല്ലാ കാര്യങ്ങളും ആരംഭിക്കണം. അങ്ങനെ ഒരുപാട് കേക്കൊക്കെ ഞാൻ ഡെലിവറി ചെയ്ത് പിന്നെ ഓർഡർ ഇങ്ങനെ നമ്മൾ കൂടുതൽ ഓർഡർ വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് ഞങ്ങൾ നാട്ടിലേക്ക് ഒരു കേക്ക് വെറുതെ കൊടുത്ത് അവർക്ക് ടേസ്റ്റ് എത്തിച്ചാലല്ലേ നമുക്ക് ഓർഡർ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് പിന്നെ ഞാൻ എൻ്റെ കേക്കിന് ടേസ്റ്റ് ഓഫർ ഇട്ടുകൊണ്ട് കുറേ ആളെയിൽ എത്തിച്ച്. അന്ന് ഇങ്ങനൊരു ഓഫർ ഇട്ടു. അന്ന് മിൽക്ക് കേക്ക് ജാർ കേക്കൊക്കെ ട്രെൻഡ് ആയിക്കണ കാലം, എല്ലാവരും കഴിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ അന്ന് 15ഓളം ഓർഡറൊക്കെ കിട്ടീനി കേട്ടോ. അത് ഹോം ഡെലിവറി ഫ്രീ ആയിട്ട് ഹോം ഡെലിവറി ചെയ്തു കൊടുത്ത്. എന്നതിന് ശേഷം ഒരുപാട് ഓർഡർ എനിക്ക് വന്നിട്ടോ. ഈ ഒരു കേക്കുമ്മൽ തന്നെ ഒരുപാട് ഓർഡർ വന്നിരുന്നു. പിന്നെ അങ്ങോട്ട് പിന്നെ കുറേ ഓർഡറുകൾ വരാൻ തുടങ്ങി. പിന്നെ പുതിയ കേക്കുകൾ ഇറങ്ങുമ്പോൾ അതിന്റെ ടേസ്റ്റ് മറ്റുള്ളവരിൽ എത്തിക്കാൻ ഞാൻ ഇടയ്ക്കൊരു ഓഫർ ഇടും. അതേമാതിരി കുൽഫി കേക്ക് ഒരു ഓഫർ ഇട്ടതാട്ടോ, പെരുന്നാളിന് ഇട്ടതാണിത്. കുഴപ്പമില്ലാത്ത ഓർഡറൊക്കെ കിട്ടി. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ഈ കേക്ക്. നല്ല ടേസ്റ്റുള്ള കേക്കാണ് കുൽഫി കേക്ക്. അപ്പോൾ ഓർഡർ ഒന്നും ആർക്കും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഓഫർ ഇട്ട് വെക്കുക. പുതിയ ട്രെൻഡ് ആയ കേക്കുകളൊക്കെ ഒന്ന് പകുതി റേറ്റിന് കുറച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ആണ് എനിക്ക് ഓർഡർ വരാൻ തുടങ്ങിയത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞാനൊരു ഹോം ബേക്കർ ആയത് കേട്ടോ. പിന്നെ ഈ ഫീൽഡിനോട് ഭയങ്കര താല്പര്യമായി. പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കാനൊക്കെ ആള് വരലുണ്ട്. പിന്നെ മോന് ചെറുതായതുകൊണ്ട് മോളിന്ന് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയില്ലല്ലോ. അപ്പം അതിൻ്റെ മോളിന്ന് താഴെ വിഗോന്നുള്ള ഒരു പേടിയോണ്ടൊക്കെയാണ് അത് നിർത്തി വെച്ചത്. പിന്നെ ചെറിയൊരു മടിയുണ്ട്. ആ ഒരു ഇതിലേക്ക് പോവാൻ ഭയങ്കര മടിയാണ്.
അങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കി. ഇനി റെഡി ആവണില്ലെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഞാനൊക്കെ ഒരുപാട് ട്രൈ ചെയ്തതിന് ശേഷമാണ് എൻ്റെ കേക്കൊന്ന് റെഡി ആയി വന്നത്. അപ്പൊ എന്തായാലും നിങ്ങളെ കേക്കൊക്കെ റെഡി ആവുക തന്നെ ചെയ്യും. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ കേക്ക് സ്റ്റോറി. ഞാൻ ഒരു ഹോം ബേക്കർ ആയത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഞാനിടുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും അടിക്കുക. അപ്പൊ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.